വിശന്ന് പൊരിഞ്ഞെത്തിയപ്പോഴാണ് നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചൂടുള്ള ചട്ടിയിലേക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനാണെങ്കിൽ ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കാപ്പി കുടിച്ചിരുന്നു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. വേണ്ടാക്കി ഉപ്പൊക്കെ ഇങ്ങനെ തിളച്ച് മറിച്ചിടുന്നുണ്ട്. തിളച്ച് മറിയുന്നുണ്ട്. ഈ സാധനത്തിൽ കുക്ക് ചെയ്യൽ ഭയങ്കര ടാസ്ക്കുള്ളൊരു പരിപാടിയായിട്ട്. എപ്പോഴെങ്കിലും അടി പിടിക്കുക, എപ്പോഴെങ്കിലും കരിയാം. ഉള്ളി, തക്കാളി, പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉള്ളി, തക്കാളി, കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. മതി വഴറ്റിയത്. ഇനി ഗ്രീൻ പീസ് കുറച്ച് ഗ്രീൻ പീസ് ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ ഗ്രീൻ പീസ് തിന്നിരുന്നു കുറച്ചധികം. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഉള്ളൂ. ഗ്രീൻ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വല്ല മസാലകൾ തട്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലൊരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അല്ല, ചൂടുള്ളതിലേക്ക് നമ്മൾ നോർമൽ ഗ്രീൻ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണ് ഗ്രീൻ പീസ്. നമ്മളെ നാട്ടിലത്തെ പോലെ ഹാളല്ല ഇത്. മറ്റേ ഗ്രീൻ പീസിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഗ്രീൻ പീസ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഉണക്കിയതല്ലേ കിട്ടുക. അങ്ങനെ പൊതിർത്തിയൊക്കെ ഇത് വേണ്ടേ. ഇത് ജസ്റ്റ് ഇങ്ങനത്തെ ഗ്രീൻ പീസ്. ഇതാണ് ഒന്നും കൂടി ഹെൽത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പൊതിർത്തിയിട്ടൊന്നുമില്ല. ഇത് നേരെ പയറാട്ടോ. നല്ല ചിക്കൻ കറിയിലൊക്കെ ഇടാൻ പറ്റിയ സാധനം അല്ലേ? ചിക്കൻ കറിയിലൊക്കെ ഇട്ട പൊളിക്കും സാധനം. എന്നാലും പാർസൽ ഇട്ടിട്ടുള്ള തീ പറയുന്നു. ഉപ്പുള്ളത് നോക്കിയില്ല. ഉപ്പില്ല, ഉപ്പുണ്ട്. എഗ്ഗിലിടണം. എന്നാൽ കുറച്ചൊരു ഉപ്പിട്ടോ. 5 എഗ്ഗിനുള്ളതാണെങ്കിൽ എത്ര ഇട്ടോ? മതി. എഗ്ഗ് വെല്ലിടാൻ ടൈമായി. അപ്പം ഇതിലേക്ക് നമ്മൾ തിളച്ച് മറിയണ ഇതിലേക്ക് കുറച്ച് എഗ്ഗ് ഇടുക. എടുക്കാതെ പിടിച്ചോ. ഇതിലേക്ക് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുക. മുട്ടയിലേക്ക് ഇങ്ങനെ ഉള്ളിയൊന്നും പറ്റി പിടിക്കാതെ നോക്കണം. എഗ്ഗ് ഇളക്കിക്കോ. അതിങ്ങനെ കുറച്ചെടുത്താൽ മതി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീൻ പീസ് കാണാൻ. അതുകൊണ്ടാണല്ലോ ഗ്രീൻ പീസ് എന്ന് പറയണേ. അത് ലൈറ്റ് ഗ്രീൻ പീസ്, ഇത് ഡാർക്ക് ഗ്രീൻ പീസ്. ഇതൊക്കെ ഇങ്ങനെ കൈ കഴുകുക. പൈപ്പ് വർക്കാവാത്തതുകൊണ്ടാണ് കപ്പിൽ കോരി ഒഴിക്കുന്നത്. ഒന്നും തോന്നരുത് അല്ലേ? ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇങ്ങനെ ഗ്രീൻ പീസ് കിട്ടും. പക്ഷെ എനിക്ക് ഇവിടുത്തെ വലിയ ഇഷ്ടമില്ല. കുഴപ്പമില്ല അല്ലേ? അതെ. അല്ല, എനിക്ക് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പണ്ട് എനിക്ക് കിട്ടിയിരുന്നു ഗ്രീൻ പീസ്. അത് ഗ്രീൻ പീസ് അത് ഇതിനേക്കാളും ടേസ്റ്റ് ഇല്ല. ഇതിൻ്റെ ഒരു പകുതി ടേസ്റ്റ് ഉണ്ട് സത്യത്തിൽ. ഇത് മുട്ടക്കറി ആയിട്ടുണ്ടോ? പൂജ അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നുണ്ട്. ഇവിടെ തീ കൂട്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞതായിരുന്നു തീ കൂട്ടരുതെന്ന്. ഓ, കരിഞ്ഞ് ബാഡ്. ഇത് പിടി. ഞണക്കട്ടെ. കരിഞ്ഞ് ഒരു കരിഞ്ഞ മണം വന്ന്. ആ അടിയിലതടി, അടിയത്ത് കൂട്ട്. ഇത് പിടി. ഇവർക്ക് അറിയില്ല, എനിക്കറിയുള്ളൂ. അപ്പം ഇങ്ങനെ ഭാഗ്യത്തിന് കുറച്ച് കരിഞ്ഞെങ്കിലും വൃത്തിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് കുറവായാലല്ലോ, മുട്ട കൂടുതലാണല്ലോ അല്ലേ? ഇതെന്താണ് ഇന്നത്തെ വിശപ്പ്? എഗ് റൈസ് ബീൻ പീസ് റെഡി. അപ്പോൾ ഓഫാക്കിക്കോ. ഓക്കേ.